ഹലോ എവരിവൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡൈജഷൻ ആണല്ലേ. അതായത് ഡൈജഷന്റെ രണ്ട് ടൈപ്സ്, മെക്കാനിക്കൽ ഡൈജഷൻ അതുപോലെ തന്നെ കെമിക്കൽ ഡൈജഷനും പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലഘുപോഷകങ്ങളുടെ ആഗിരണമാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത് പൂർത്തിയാകുന്ന ഇവിടെ വെച്ചിട്ടാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ വെച്ചിട്ടാണ് അല്ലേ. അവിടെ വെച്ചിട്ട് തന്നെയാണ് എന്തിന്റെ അബ്സോർപ്ഷനും നടക്കുന്നത്, സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലഘുപോഷകങ്ങളുടെ അബ്സോർപ്ഷനും നടക്കുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു സിമ്പിൾ ന്യൂട്രിയൻസ് ഡൈജഷന് ശേഷം ഉണ്ടായത്? ഒന്നെന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അല്ലെ. ഇത് മൂന്നും ഉണ്ടായത് എവിടെ നിന്നായിരുന്നു? കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നുമായിരുന്നു അല്ലെ. ഇനി അടുത്തതെന്ന് പറയുന്നത് അമിനോ ആസിഡ്. അമിനോ ആസിഡ് ഉണ്ടായത് ഏതിൽ നിന്നുമാണ്? പ്രോട്ടീൻസിൽ നിന്നുമാണ്. പിന്നെ ലിപ്പിഡ് അല്ലെങ്കിൽ കൊഴുപ്പിൽ നിന്നും കിട്ടിയ സിമ്പിൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അപ്പൊ ഇത്രയും ന്യൂട്രിയൻസ് എവിടെ ഉണ്ടായിട്ടുണ്ട്? നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തായിട്ട് എന്ത് നടക്കണം? അബ്സോർപ്ഷൻ നടക്കണം. അപ്പൊ ഇങ്ങനെ അബ്സോർപ്ഷൻ നടക്കാനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം 6 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. അതായത് 6 മീറ്ററോളം നീളമുണ്ട്. അതുപോലെ തന്നെ 2.5 സെന്റിമീറ്ററോളം ഉൾവ്യാസവും ഉണ്ട്, ഡയമീറ്ററും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ കൂടി ഈ ന്യൂട്രിയൻസ് കടന്നു പോകുമ്പോഴാണ് എന്ത് നടക്കുന്നത്? അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം നടക്കുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിന്റെ വാളില് അല്ലെങ്കിൽ ഇന്നർ വാളിൽ ഉൾഭിത്തിയിൽ ധാരാളമായിട്ട് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. ഈ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് വില്ലസ് എന്ന് വിളിക്കും. അതായത് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അതായത് സ്മാൾ ഇൻറ്റസ്റ്റൈന്റെ ചെറുകുടലിന്റെ ഉൾഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വില്ലസ്. അപ്പൊ ഈ വില്ലസിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് നടക്കുന്നത്? അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം. ഈ വില്ലസുകൾ അല്ലെങ്കിൽ ഈ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് നമ്മുടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം കൂട്ടാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് വില്ലസുകൾ. അപ്പൊ ഈ വില്ലസിന്റെ സ്ട്രക്ചർ തന്നെ അതിന് ഉദാഹരണമാണ്. അതായത് അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത്രയും ലൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഏതിനുള്ളത്? നമ്മുടെ വില്ലസുകൾക്കുള്ളത്. അപ്പൊ ഈ വില്ലസുകൾ എന്ന് പറയുമ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലെയർ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അതായത് ഒരൊറ്റ പാളി എപ്പിത്തീലിയൽ സെൽസ് ആണ് ഏതിനുള്ളത്? വില്ലസിനുള്ളത്. ഒന്നിലധികം ലെയേഴ്സ് ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ നടക്കത്തില്ല അല്ലെ. അതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഒരു സിംഗിൾ ലെയർ എപ്പിത്തീലിയൽ സെല്ല് ഏതിന് വന്നിരിക്കുന്നത്? വില്ലസിന് വന്നിരിക്കുന്നത്. അപ്പൊ ഈ എപ്പിത്തീലിയൽ സെൽസ് ആണ് അബ്സോർപ്ഷന്റെ പ്രൈമറി സർഫസ് ആയിട്ട്, അതായത് ആഗിരണത്തിനുള്ള പ്രാഥമിക തലമായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്? ഈ എപ്പിത്തീലിയൽ സെൽസ്. അതായത് ഈ എപ്പിത്തീലിയൽ സെൽസിലൂടെയാണ് എന്ത് കടക്കുന്ന? ഉള്ളിലേക്ക് ന്യൂട്രിയൻസ് കടക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഈ വില്ലസിനകത്തിൽ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് അല്ലെങ്കിൽ രക്തലോമികകളുണ്ട്. അതായത് നമ്മുടെ ഈ വില്ലസുകൾക്കകത്തേക്ക് ആർട്ടറി പ്രവേശിക്കും. ആർട്ടറി എന്ന് പറഞ്ഞാൽ ധമനിയാണ് അല്ലെ. അപ്പൊ ആർട്ടറി പ്രവേശിച്ചിട്ട് അത് വീണ്ടും സ്മോൾ ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ശാഖകളെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ. അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസിനകത്തിൽ എന്തുണ്ട്? ബ്ലഡ് ഉണ്ട്, രക്തമുണ്ട്. അപ്പൊ ആ രക്തത്തിനകത്തിലേക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് തുടങ്ങിയ വാട്ടർ സോളുബിൾ ആയിട്ടുള്ള, അതായത് ജലത്തിൽ ലയിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം എവിടേക്ക് പോകും? ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾക്കുള്ളിലുള്ള ബ്ലഡിലേക്ക് പോകും. ഇനി ഈ ബ്ലഡ് കാപ്പിലറീസ് എല്ലാം കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? വെയിൻസ് അല്ലെങ്കിൽ സിരകളായിട്ട് മാറും. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഈ വില്ലസിനകത്തിലുള്ളത് ലിംഫ് വെസൽസിന്റെ, അതായത് സ്മോൾ ലിംഫ് വെസൽസ് ആണ്. ചെറിയ ചെറിയ ലിംഫ് വാഹികൾ. അതിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിയൽ എന്ന് വിളിക്കും. അപ്പൊ ഈ ലാക്റ്റിയലിനകത്തിലേക്ക് അബ്സോർപ്ഷൻ നടക്കുന്നത് വാട്ടറിൽ ഇൻസോളുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അതെന്ന് പറയുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ഇത് രണ്ടും ജലത്തിൽ ലയിക്കത്തില്ല. അപ്പൊ ആ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എവിടേക്കാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്? ലാക്റ്റിയലിലേക്കാണ്. അപ്പൊ ആ ലാക്റ്റിയലിനുള്ളിലാണ് എന്തുള്ളത്? ലിംഫ് ഉള്ളത്. അപ്പൊ അതും നമ്മുടെ ഒരു ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ശരീരദ്രവമാണ്. അപ്പൊ ആ ലിംഫിനകത്തിലേക്ക്, അതായത് ലാക്റ്റിയലിലുള്ള ലിംഫിനകത്തിലേക്കാണ് ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും അബ്സോർപ്ഷൻ നടക്കുന്നത്. കാരണം അത് രണ്ടും വാട്ടറിൽ ഇൻസോളുബിൾ ആണ്. ഇനി വാട്ടറിൽ സോളുബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് തുടങ്ങിയവയെല്ലാം എവിടേക്ക് പോയി? ബ്ലഡ് കാപ്പിലറീസിലുള്ള ബ്ലഡിലേക്ക് പോയി. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലിലുള്ള, അതായത് ലാക്റ്റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലിംഫ് വെസലാണ്. ചെറിയ ലിംഫ് വാഹികളെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിയൽ. ലാക്റ്റിയലിനുള്ളിലാണ് എന്തോ ഉള്ളത്? ലിംഫ് ഉള്ളത്. അപ്പൊ ആ ലിംഫിനുള്ളിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കടന്നു. അപ്പൊ ഈ വില്ലസുകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പൊ എന്ത് നടന്നത്? അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം. വില്ലസുകൾക്കുള്ളിൽ ആരൊക്കെയുണ്ട്? ബ്ലഡും ഉണ്ട്, ലിംഫും ഉണ്ട്. അപ്പൊ ഈ ബ്ലഡും ലിംഫും കൂടിയാണ് ഈ പദാർത്ഥങ്ങളെല്ലാം ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്.
അപ്പൊ ആ ബ്ലഡും ലിംഫും ഒക്കെ അടങ്ങിയിട്ടുള്ള സിസ്റ്റത്തെ കുറിച്ചാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അതായത് ബ്ലഡ് അടങ്ങിയിട്ടുള്ള ഓർഗൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. ഇനി ലിംഫും അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സ് കൂടെ ചേർന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥ. അപ്പൊ അത് രണ്ടും നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പൊ ഡൈജഷൻ സഹായിച്ച പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? മൗത്ത്, സ്റ്റമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ഇനി അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് നടക്കുന്നത്? ഒന്ന് സ്മാൾ ഇൻറ്റസ്റ്റൈൻ, അതായത് മെജോറിറ്റി ഓഫ് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മാൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പൊ ആ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ അതിന് സഹായിക്കുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്നതിനെ വിളിക്കുന്ന പേര് വില്ലസ്. അപ്പൊ ഈ വില്ലസിന് ഒരു സിംഗിൾ ലെയർ എപ്പിത്തീലിയൽ സെൽസ് ആണുള്ളത്. ആ എപ്പിത്തീലിയൽ സെൽസിലൂടെയാണ് ന്യൂട്രിയൻസ് ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പൊ അതില് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ ആർട്ടറീസിന്റെ ബ്രാഞ്ചസ് ആയ ബ്ലഡ് കാപ്പിലറീസിലുള്ള ബ്ലഡ് എടുക്കുന്നു. ഇനി വാട്ടറിൽ ഇൻസോളിബിൾ ആയിട്ടുള്ളതിനെ ലാക്ടിയലിനകത്തിലുള്ള ലിംഫും ക്യാരി ചെയ്യും. അപ്പൊ ഈ ബ്ലഡും ലിംഫും കൂടി ഈ ന്യൂട്രിയൻസിനെ വേരിയസ് പാർട്സിലേക്ക് എത്തിക്കും. അപ്പൊ അതിനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.